നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരുപാധികം കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളിയിരിക്കുകയാണ് ഇറാൻ. ശത്രുവിന് മുന്നിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുന്നത്. ശത്രുവിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളി ആയേക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സാന്നിധ്യം അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിൽ എത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉടനീളം തെഹ്റാനിലടക്കം ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ഇതിനിടെ ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണവും തുടർന്നു. ഹൈഫയിലേക്കും ടെൽ-അവീവിലേക്കും ഇറാൻ അയച്ച മിസൈലുകൾ തകർത്തെന്ന് ഇസ്രയേൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറാനിൽ ഉടനീളമാണ് ഇസ്രയേൽ കൂടുതൽ കനത്ത ആക്രമണം നടത്തിയത്. ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്തി. ഇറാനിൽ ഇതുവരെയും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 450 കടന്നു. കടന്നു. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇറാനിലെ നതാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിൽ ഭൂഗർഭ അറകളിൽ കാര്യമായ നാശം ഉണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. എന്നാൽ ഇസ്ഫഹാൻ അടക്കം മറ്റു കേന്ദ്രങ്ങളിൽ ഭൂഗർഭ സംവിധാനങ്ങൾക്ക് തകരാറില്ല. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുള്ള ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളും ആണവശേഖരവും ഭൂമിക്കടിയിലാണ്. ഇവ തകർക്കാനുള്ള ശക്തമായ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. 1-2 ആഴ്ചക്കുള്ളിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്നാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാന്റെ മിസൈൽ ആക്രമണ ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം അമേരിക്കയും ബ്രിട്ടനും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം ആരംഭിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈഫയിലും ടെൽ-അവീവിലുമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ഇറാൻ സേനാ മേധാവി ആവശ്യപ്പെട്ടു. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ആയത്തുള്ള അലി ഖമേനി എവിടെയാണെന്ന് വ്യക്തമായ വിവരമുണ്ടെങ്കിലും ഇപ്പോൾ വധിക്കുന്നില്ല എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ചൈന കടുത്ത ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികളെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക നടപടികളല്ല മാർഗമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖമേനി ഈ യുദ്ധം തുടങ്ങിയെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത്. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുവാൻ അമേരിക്ക തയ്യാറാകുന്നതായാണ് സൂചന. ഇറാനെതിരെ US നേരിട്ടിറങ്ങിയേക്കുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ ചാനൽ 12 ആണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന് ഇറങ്ങുന്നതിനെതിരെ ട്രംപ് ടീമിൽ തന്നെ ഭിന്നതയുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇറാൻ നിരന്തരം മിസൈൽ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രയേലിന്റെ ഇന്റർസെപ്റ്റർ ദുർബലപ്പെടുത്തുന്നതായാണ് റിപ്പോർട്ട്. ഇസ്രയേലിന്റെ പ്രതിരോധ ആരോ ഇന്റർസെപ്റ്ററുകൾ ഏകദേശം അവസാനിപ്പിക്കുകയാണെന്നും ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കുവാനുള്ള ശേഷി ഇത് ബാധിച്ചേക്കുമെന്ന് US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ആരോ പ്രതിരോധ ഇന്റർസെപ്റ്ററുകൾ മാത്രമല്ല ഇസ്രയേലിനുള്ളത്. ബാലിസ്റ്റിക് മിസൈലുകളെ തടയുവാൻ കഴിവുള്ള താഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇസ്രയേലിനുണ്ടെന്നാണ് ടൈംസ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈലുകളെ ലക്ഷ്യത്തിലെത്തും മുൻപ് കണ്ടെത്തി തകർക്കുവാൻ കഴിയുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് താഡ്. 1990കളിലാണ് ഹ്രസ്വ ഇടത്തരം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ രൂപകൽപ്പന ചെയ്ത ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം അഥവാ താഡ് വികസിപ്പിച്ചെടുത്തത്. ആദ്യകാല പരീക്ഷണങ്ങൾ അത്ര കണ്ട് വിജയമായിരുന്നില്ലെങ്കിലും 2000-ൽ താഡിനെ ഒരു മൊബൈൽ ടാക്ടിക്കൽ ആർമി ഫയർ യൂണിറ്റായി വികസിപ്പിക്കാനുള്ള കരാർ ലോക്ഹീഡ് മാർട്ടിൻ നേടിയതു മുതൽ കഥ അങ്ങ് മാറി. ഇതിനുശേഷമുള്ള പരീക്ഷണങ്ങളിൽ സ്ഥിരതയുള്ള വിജയം കാഴ്ചവെച്ച് വിശ്വാസ്യത നേടുകയായിരുന്നു. 150 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. ഇതിനിടെ ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയ ആയത്തുള്ള അലി ഖമേനി ഇറാൻ സൈന്യത്തിന് അധികാരങ്ങൾ കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട്. US-ന്റെ ഭീഷണിയും ഇസ്രയേലിന്റെ ആക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നത്. സംഘർഷം 6ാം ദിനത്തിലേക്ക് നീങ്ങുന്നതിനിടെ ആയത്തുള്ള ഖമേനി യുദ്ധം ആരംഭിച്ചതായാണ് പ്രഖ്യാപിച്ചിരുന്നത്. യുദ്ധം ആരംഭിക്കുന്നുവെന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ സാമൂഹിക മാധ്യമങ്ങളിലെ കുറിപ്പ് തന്നെ. ഭീകരമായ തിരിച്ചടി നൽകണമെന്നും സയനിസ്റ്റുകളോട് ഒരു ദയം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു നയം വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ചുവെന്ന മറുപടിയുമായി ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയത്. ഖമേനി എവിടെയാണെന്നുള്ളത് US-ന് അറിയാമെന്നും അദ്ദേഹം എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തന്നെ.
ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്ന വാർത്ത നിലവിൽ ചർച്ചയാവുകയാണ്. നിരവധി തവണ ഇസ്രയേൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചതായും ഒടുവിൽ ട്രംപ് തന്നെ നേരിട്ട് ഇടപെടുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടെ സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചൈനയിൽ നിന്ന് 3 കാർഗോ വിമാനങ്ങൾ തുടർച്ചയായി ഇറാനിലേക്ക് എത്തിയെന്നാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം കാരണം ഇറാന്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ട്. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിമാനങ്ങൾ അവയുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയതായും ഇത് റഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും അദൃശ്യമായതായും ആരോപിക്കുന്നു. സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഒരു രഹസ്യ ദൗത്യമാണിതെന്ന് കരുതപ്പെടുന്നു. ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഇറാന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സൈനിക സാമഗ്രികളോ നിയന്ത്രിത സാധനങ്ങളോ വിമാനങ്ങൾ വഹിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ടെഹ്റാനിൽ അപ്രഖ്യാപിതമായി വിമാനങ്ങൾ ഇറക്കിയതും ഉൾപ്പെടെ ലാൻഡിങ്ങുകളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ഇറാനും ചൈനയും തമ്മിലുള്ള ഏകോപനത്തെ സൂചിപ്പിക്കുന്നു. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇസ്രയേലിന്റെ ആക്രമണങ്ങളുടെ പരമ്പരയായ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് ചൈന പരസ്യമായി ശക്തമായി അപലപിച്ചതിനെ തുടർന്നാണ് രഹസ്യ വിമാനങ്ങൾ വരുന്നത്. ആക്രമണങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം രൂക്ഷമാകുന്ന നടപടികൾക്കെതിരായി ബീജിംഗിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ ഓപ്പറേഷന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചൈന വളരെയധികം ആശങ്കാകുലരാണ്. ഇങ്ങനെയായിരുന്നു ജിയാൻ എക്സിൽ പറഞ്ഞത്. സംഘർഷം രൂക്ഷമായതോടെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഇസ്രയേലി വ്യോമാതിർത്തി അടച്ചതും ചൂണ്ടിക്കാട്ടി ചൈനീസ് പൗരന്മാർക്ക് തെല്ലവീവിലെ ചൈനീസ് എംബസി ഒഴിയുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച. ഉച്ചഭക്ഷണത്തിനും ക്ഷണമുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആർമി തലവനോടൊപ്പം വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് റൂമിൽ US പ്രസിഡന്റ് ഉച്ചഭക്ഷണം കഴിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കി ചൊവ്വാഴ്ച രാവിലെയാണ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയത്. നിലവിൽ അമേരിക്കൻ സന്ദർശനത്തിലാണ് ആർമി തലവൻ അസീം മുനീർ. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പാകിസ്ഥാൻ ജനങ്ങളോടായി അദ്ദേഹം സംവദിച്ചിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനെന്ന വാദം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര അതിർത്തികൾ ലംഘിക്കുന്ന അപകടകരമായ ഒരു പുതിയ രീതി സ്ഥാപിക്കുവാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നാണ് മുനീർ ആരോപിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.